ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2018 ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരായ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധത്തിൽ ജനം TV മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഭക്തർക്കൊപ്പം. അയ്യപ്പ സന്നിധിയിൽ ആചാര സംരക്ഷണത്തിന് തെരുവിലിറങ്ങിയ ഭക്തർ മുഴുവൻ ഏറ്റെടുത്ത മുദ്രാവാക്യമാണത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മറവിൽ വീണ്ടും അയ്യപ്പ ഭക്തരെ അവഹേളിക്കാൻ സർക്കാർ തിരക്കഥയൊരുക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. പണത്തിന്റെ പേരിൽ അയ്യപ്പ ഭക്തരെ വേർതിരിക്കുന്ന അനീതിയാണ് ജനം ഡിബേറ്റ് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം 4 അതിഥികൾ ചേർന്നു. BJP നേതാവ് യുവരാജ് ഗോകുൽ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, ഡോക്ടർ GV ഹരി കോൺഗ്രസ് നേതാവ്, ഒപ്പം അഡ്വക്കേറ്റ് സതീഷ് വസന്ത് LDFിന്റെ പ്രതിനിധിയും. മുഴുവൻ പ്രേക്ഷകരെയും ഈ ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചർച്ച LDFിന്റെ പ്രതിനിധി സതീഷ് വസന്തിൽ നിന്നും ആരംഭിക്കാം. ശ്രീ സതീഷ് വസന്ത്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒന്ന് പന്തളം കൊട്ടാരമാണ്. ആ പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ നടത്താൻ പോകുന്ന ഈ ഭക്തസംഘവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനെ എതിർക്കുകയാണ് കൊട്ടാരം. മലയരയ മഹാസഭ പോലെയുള്ള കാനന ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള സമൂഹം ഈ സംഗമത്തെ എതിർത്തുകൊണ്ട് ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞു. ഇനിയും എന്തിനാണ് ഇത്തരം ഒരു സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്? നോക്കൂ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ്? സർക്കാരാണോ? അല്ലല്ലോ. ഒരു ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നമ്മളെ ധർമ്മശാസ്താവ് പറഞ്ഞത്. അപ്പം അത് അവിടെ നടത്തുന്ന ഒരു സംഗമമാണ് സർക്കാർ അനുകൂലിക്കുന്നത്, അല്ലാതെ വേറൊരു രീതിയിലല്ല നടത്തുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ഈ സംഗമം നടത്തുന്നതിൽ എന്താണ് ആർക്കാണ് ഇവിടെ കുഴപ്പം? അത് മനസ്സിലാക്കണ്ടേ? ആ ഒരു സംഗമം നടത്തുമ്പോഴത്തേക്ക് ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ആ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് പമ്പയിൽ വെച്ചാണ്. ആ പമ്പയിൽ വെച്ച് നടത്തുമ്പോഴത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന് അവർക്കൊരു തീരുമാനം എടുക്കേണ്ട അധികാരമില്ലേ? ആര് എതിർത്താലും ഒരു കമ്മിറ്റി അങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും മാറ്റാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു ആഗോള സംഗമം നടത്തുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മളെ ഇപ്പം തന്നെ ശ്രീലങ്ക, അതുപോലെ തന്നെ സിംഗപ്പൂർ, അവിടെയുള്ള ഭക്തജനങ്ങളുണ്ട്. അവരെ എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഈ അയ്യപ്പ സേവാ സംഘങ്ങളുണ്ട്. അവരെല്ലാം കൂടി. സതീഷ് വസന്ത്, ഇതിനകത്ത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? ഇതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. അതായത് 2018 ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളിപ്പോൾ ശബരിമലയിലെ ആചാരത്തെ പറ്റിയാണല്ലോ പറഞ്ഞു വരുന്നത്. ഇതേ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഒരു ഭരണകൂടവും ഒരു ദേവസ്വം ബോർഡുമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിനും ഒരു ദേവസ്വം ബോർഡിനും എന്ത് ധാർമ്മികതയാണ് അയ്യപ്പ ഭക്തരെ വിളിച്ചുകൂട്ടാൻ? അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് 2008 ആരാണ് ഈ ശബരിമല വിഷയത്തിൽ ഈ സർക്കാർ LDF ആണോ പോയത്? അല്ലല്ലോ. സത്യവാങ്മൂലം കൊടുത്തത് ആരാണ്? സത്യവാങ്മൂലം എന്താണ് കൊടുത്തത്? എന്താണ് യുവതീ പ്രവേശനം നൽകാന്ന് പറഞ്ഞു? ഇല്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഭരണകൂടത്തിന് സുപ്രീം കോടതി ഇന്ത്യയിലെ ഭരണഘടന പ്രവേശനമാകാമെന്നാണല്ലോ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതിപ്പോഴും തിരുത്തിയിട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഒരു ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് ഏത് സർക്കാരായിരുന്നാലും അതുമാത്രമേ LDF ചെയ്തിട്ടുള്ളൂ, അത് CPM ചെയ്തിട്ടുള്ളൂ. നിങ്ങളത് എന്താണ് പറയുന്നത്? അല്ലാതെ നമ്മൾ കേരള സർക്കാർ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF ആണോ ഈ യുവതീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതി പോയത്? അല്ലല്ലോ. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാമല്ലോ. എന്തിനാണ്? ഞാൻ ഒരു കാര്യം പറ്റും, ദേവസ്വം ബോർഡിനെ പറ്റി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന കൊള്ളാം. നമ്മുടെ ശബരിമല ഇപ്പം കോവിഡ് വന്നു, അത് കഴിഞ്ഞിട്ട് നിപ്പ വന്നു. ഈ സമയത്തൊക്കെ ഈ നമ്മളെ ശബരിമലയിലെ വരുമാനം കുറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? ഈ ഒരു വർഷത്തെ അയ്യപ്പ കാലഘട്ടത്തിലാണ് ഈ നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ജീവനക്കാർക്കെല്ലാം ശമ്പളവും മറ്റ് ക്ഷേത്രങ്ങൾക്ക് അവർക്കുള്ള ചെലവുകളിലും എടുക്കുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആഗോള സംഗമം വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കുഴപ്പമാണ് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കാര്യം പറ്റി 20-ാം തീയതി 16 തൊട്ട് 20 വരെ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ സംഗമം നടക്കുമ്പം 22-ാം തീയതി ഇന്നത് പ്രഖ്യാപിച്ചിരിക്കാൻ തോന്നുന്നു പന്തളത്ത് വേറൊരു സംഗമം. ആ സംഗമം അങ്ങനെ നടത്തുന്നത് ശരിയായ നടപടിയാണോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. എന്തിനാ അയ്യപ്പൻ്റെ പേരിൽ നമ്മൾ അടികൂടുന്നത്? പറയൂ. ഇവിടെ ഒരു ഞാൻ പറയുന്നത് ഹിന്ദുക്കളെല്ലാം മാറി മാറി നിന്നുകൊണ്ടാണോ അയ്യപ്പനെ തൊഴുന്നതും ആ വളർച്ച വരുത്തുന്നതും? അല്ലല്ലോ. ഒരു ആഗോള സംഗമം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. BJP-യുടെ നേതാവ് യുവരാജ് ഗോകുലാണ് നൽകേണ്ടത്. യുവരാജ്, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. അതായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇത്തരം ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മാത്രമല്ല, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇതേ ഭാഷയിൽ ഇതേ പ്രതികരണം തന്നെ നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ 22-ാം തീയതി നടത്താൻ പോകുന്ന ആ സംഗമത്തെ കൂടി അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. യുവരാജ്. അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടതുപക്ഷക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദപരമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളിൽ, കുറച്ച് നാളുകളിൽ നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു സംഘർഷമുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഗ്രൂപ്പുകളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു, കുറച്ചുകൂടി ലൈവായിരുന്നു. ഏത് തരത്തിലാണ് അയ്യപ്പസ്വാമി ഉൾപ്പെടെ ഇടതുപക്ഷ ഹാൻഡിലുകൾ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ അവരോടെല്ലാവരോടും ഒരുപാട് പോരാടിയിട്ടുള്ളതുമാണ്. അയ്യപ്പൻ്റെ കൺട്രോൾ പോകുമോ സ്ത്രീകളെ കണ്ടാൽ? ഇടതുപക്ഷ ഹാൻഡിലുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ 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 മോശമായ രീതിയിൽ പല തരത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഇത് ഞാൻ പറയുന്നൊരു സാധാരണ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. നമ്മുടെ അന്നത്തെ എന്നല്ല ഇന്നത്തെയും CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ശ്രീ എം സ്വരാജ് ഒരിടത്ത് ചെന്ന് നിന്ന് വളരെ അധിക്ഷേപിക്കുന്ന തലത്തിൽ അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ്, അവിടെ പ്രളയം നടന്നു, വിവാഹം കഴിക്കാൻ പോവുകയാണ് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ 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 മോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീ G. സുധാകരൻ അന്ന് തന്ത്രിമാരെ ഉൾപ്പെടെ മേൽശാന്തിമാരെ ഉൾപ്പെടെ ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്തതെന്നും സംസാരിച്ചതും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത് സർക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത്, ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്, ദേവസ്വം ബോർഡ് ചെയ്യുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അന്തരിച്ചു പോയിന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇത് കാണാൻ വേണ്ടി അദ്ദേഹവും കൂടി ജീവിച്ചിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവർക്ക് അനുകൂലമായി നിലപാട് എടുക്കില്ല എന്ന് അറിയാമായിരുന്നത് കൊണ്ട് തിരക്കിട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം എന്നുള്ളതിൽ നിന്ന് വെട്ടിക്കുറച്ച് 2 വർഷം ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ദേവസ്വം ബോർഡല്ലേ? അന്ന് അവരുടെ നിലപാട് എന്തായിരുന്നു? പ്രയാർ ഗോപാലകൃഷ്ണൻ യുവതി പ്രവേശനത്തിന് പ്രതികൂലമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രം നിയമസഭയ്ക്കകത്ത് നിയമം പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം അവിടെ ആചാര ലംഘനം 2019 ജനുവരി 1-ാം തീയതി അവിടെ നടത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. മനഃപൂർവ്വം ചെയ്തതാണ്, നമുക്കറിയാം. അവിടെ 2 സ്ത്രീകൾ കയറി, 2 യുവതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി. ഇവർ കയറുന്ന സമയത്ത് നമുക്ക് ഇന്നും ആ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ 2 പേരെ പോലീസ് പ്രൊട്ടക്ഷനിൽ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറ്റുന്ന സമയത്ത് ഈ 2 പേരും ഒരു തവണയെങ്കിലും ആ നടയിൽ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി തൊഴുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല. പകരം ആ സന്നിധാനത്തോടു കൂടി ഓടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ നയം. അവർ പോകുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വീഡിയോയിൽ കിട്ടിയോ എന്നുള്ളതായിരുന്നു. വീഡിയോ ആരാ പകർത്തിയത്? വീഡിയോ പകർത്തിയത് കേരള പോലീസാണ് പകർത്തി കൊടുക്കുന്നത് വീഡിയോ. ഇപ്പോൾ കേരള പോലീസ് അകമ്പടി പോയിരിക്കുന്ന എന്തിനാണ്? ഈ 2 ആൾക്കാരെ അതിൻ്റെ അകത്ത് കയറ്റുമ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതിനാണ്. നോക്കൂ, നമ്മുടെ ബഹുമാന്യനായ ഇടതുപക്ഷ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇത്രാം തീയതിക്കകത്ത് ഇവിടെ ഇന്ന ആൾക്കാരെ കയറ്റിക്കൊള്ളണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നോ? ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സുപ്രീം കോടതി പൊതുവിൽ ഒരു വിധി പറഞ്ഞു. റിവിഷൻ പെറ്റീഷൻ പോകാൻ വേണ്ടിയിട്ട് മുഴുവൻ ഹൈന്ദവ സംഘടനകളും NSS ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും എല്ലാം തന്നെ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത്
അന്ന് മുഖ്യമന്ത്രിയോട് ഈ വിധി 2018 സെപ്റ്റംബർ 28 മറ്റാണ് വിധി വരുന്നത്. ഈ വിധി വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തിരക്കിട്ട് ഈ വിധി നടപ്പിലാക്കരുത്. റിവിഷൻ പെറ്റീഷൻ സുപ്രീം കോടതി എടുക്കുന്നത് വരെ ഉള്ള ഒരു സാവകാശമെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാവകാശം അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ആ കേസിലെ വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ലോ ആൻഡ് ഓർഡറും ബാക്കി കാര്യങ്ങളും ഉണ്ട്, ആരുടെയും വികാരങ്ങളെ ഒന്നും നമുക്ക് വ്രണപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് ഒരല്പം സാവകാശം എടുത്ത് രണ്ടു കൂട്ടരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാത്രമേ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അന്ന് ചിത്തിരയാട്ട വിശേഷത്തിന് എനിക്ക് തോന്നുന്നു വളരെ അടുത്ത് തന്നെ നട തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നവംബർ 6 തീയതി അല്ല, ഈ ഒക്ടോബറിൽ തുറക്കും, അത് കഴിഞ്ഞിട്ട് നവംബറിൽ ചിത്തിരാട്ട വിശേഷത. അപ്പോൾ ഇത്രയും വരുവാണ് അതിനിടയിൽ. ഈ റിവിഷൻ പെറ്റീഷൻ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും ദിവസങ്ങളിൽ നട തുറക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സാവകാശം നിങ്ങൾ അനുവദിക്കൂ. റിവിഷൻ പെറ്റീഷൻ ഒന്ന് ഫയൽ ചെയ്തോട്ടെ. നമ്മുടെ പരാശരനെ പോലെ, അഡ്വക്കേറ്റ് പരാശരനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള വക്കീലന്മാരാണ് NSSന് വേണ്ടി ഉൾപ്പെടെ ഹാജരാകുന്നത്. അപ്പോൾ അത്രയും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്ത്, അത്രയും പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത്, ലക്ഷക്കണക്കിന് അമ്മമാര് തെരുവിൽ ശരണം വിളികളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത്, ലക്ഷക്കണക്കിന് ഭക്തർ തെരുവിൽ ശരണം വിളിയുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ വികാരങ്ങളെ ഒന്നും തന്നെ ഞങ്ങൾക്ക് പരിഗണിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും പരിഹസിക്കുകയായിരുന്നു. തനിക്ക് ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ജനുവരി 1 തീയതി കഴിഞ്ഞതിന് ശേഷം, താങ്കൾക്ക് ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം, ജനുവരി 1 തീയതി ഈ പറയുന്ന ആചാര ലംഘനം സംഭവിച്ചതിന് ശേഷം കുറച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം ശ്രീലങ്കൻ സ്വദേശികൾ ഈ പറയുന്ന പോലെ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്, വ്യാജ വാർത്തയാണ് പരക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇതേ മുഖ്യമന്ത്രി പുറത്തിറങ്ങി വന്നു നിന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അശ്ലീല ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഹർത്താലൊന്നും നടത്തുന്നില്ലേ, ഇന്ന് നിങ്ങൾ ബന്ധമൊന്നും നടത്തുന്നില്ലേ, അവിടെ വീണ്ടും വീണ്ടും ആചാര ലംഘനമൊക്കെ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ആ നിലപാടുകളെ ഒന്നും തിരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ, എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഞങ്ങൾ അതിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ്. അത് വാക്കാൽ വെറുതെ പറഞ്ഞാൽ പോരാ. കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിനെ തിരുത്തുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പണ്ട് VD സവർക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഹിന്ദു വോട്ട് ബാങ്ക് ആകുന്ന സമയം, VD സവർക്കറല്ല, ക്ഷമിക്കണം, നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിന്ദു വോട്ട് ബാങ്ക് ആയി കഴിയുമ്പോൾ മാത്രമേ ഇവരെല്ലാവരും പുറത്തിറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ, കണ്ണൂരിൽ ഉൾപ്പെടെ, അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ അവരുടെ വോട്ട് നഷ്ടപ്പെടുന്നുവെന്നും ഹിന്ദു വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെടുന്നുവെന്നും മനസ്സിലായപ്പോൾ ഇപ്പോൾ പുതിയ അയ്യപ്പ ഭക്തരുടെ വേഷവും കെട്ടിയിട്ട് അവർ പുറത്തേക്ക് വരുന്നതാണ്. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്, ഈ സമൂഹത്തിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് പണ്ട് ഗ്രാംഷി പറഞ്ഞു കൊടുത്ത ഐഡിയ ഒക്കെ ആയിട്ടാണ് അവർ ഈ പറയുന്ന ശബരിമല സമരവും, അത് മറ്റൊരു വിഷയമാണ്, അതിനകത്തേക്ക് ഞാൻ തൽക്കാലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ശരി തന്നെയാണ്, ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിനെ അവരെങ്ങനെയാണോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയത്, അതിൽ നിന്ന് പരിപൂർണമായിട്ട് യു ടേൺ അടിച്ച് തിരിച്ചു പോകുവാനും ഇന്ന് ഞങ്ങളാണ് വലിയ അയ്യപ്പ ഭക്തരെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ശബരിമല ശ്രീധർമ്മ ശാസ്താവിനോട് വെല്ലുവിളിക്കാൻ ഇറങ്ങിയ പിണറായി വിജയൻ സാഷ്ടാംഗം പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആശയ പാപ്പരത്വമാണെന്നും അവരുടെ സ്വന്തം ആശയങ്ങളിൽ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ ഇനി ഒരു കാലഘട്ടത്തിലും അവർക്ക് റിലവൻസ് ഇല്ലെന്ന് തോന്നുകയും വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് പരിപൂർണമായ ആധ്യാത്മികവാദത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞു എന്നുള്ളതും, ആശയപരമായി ആദർശപരമായി അവർ വീണ്ടും സംഘപരിവാറിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഭാരതീയതയ്ക്ക് മുൻപിൽ അവർ പരാജയപ്പെടുകയാണ് എന്നുള്ള കാര്യവുമാണ് ഈ അയ്യപ്പ സംഗമം പറഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നതിൽ ഒരുപാട് സന്തോഷം. അത് തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ ആസന്നമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു അയ്യപ്പ ഭക്ത സംഗമവുമായി 2018 ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം കൊടുത്ത അതേ സർക്കാർ തന്നെ വരുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഡോക്ടർ GV ഹരി, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല വിഷയത്തിൽ കൈനനയാതെ മീൻ പിടിക്കുന്നു എന്ന ഒരു വിമർശനം പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2018 കാലയളവിൽ
കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഒറ്റക്കെട്ടായി തെരുവിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചാനൽ ചർച്ചകളിലേക്ക് മാത്രം ഒതുങ്ങി എന്ന വലിയ വിമർശനം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനം കേരളത്തിലെ ഭരണകൂടം ഉയർത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരു നനഞ്ഞ സമീപനമാണോ കൈക്കൊള്ളുന്നത്? ഞങ്ങളുടെ സമീപനത്തിൽ അന്നും ഇന്നും ഒരു മാറ്റവും. ഞങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം വിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നുള്ള നിലപാട് തന്നെയാണ് അയ്യപ്പ 2018 വിവാദമുണ്ടായപ്പോഴും ഈ വിവാദമുണ്ടായപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് അറിയാം 2018 ഈ വിഷയം ഉണ്ടാകുന്നതിൻ്റെ കാരണം അന്ന് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞങ്ങൾ കൊടുത്തിരുന്നൊരു അഫിഡവിറ്റ് ഉണ്ട്. അവിടെ ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് തന്നെ ശബരിമലയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ മുന്നോട്ട് പോകണം എന്താണോ നിലവിലത്തെ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അഫിഡവിറ്റാണ് അന്ന് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഫിഡവിറ്റ് ദേവസ്വം ബോർഡ് കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് അതിനനുസൃതമായിട്ടുള്ളൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് സുപ്രീം കോടതി അത്തരത്തിലൊരു വിധിയിലേക്ക് വന്നു? അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത്തരത്തിലായിരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾ വന്നപ്പോഴൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്ന് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത്, സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്തിട്ടുള്ള ആ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അതിനകത്ത് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അതിലെന്ത് മാറ്റമാണ് വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത് തിരുത്തുമോ? ഇതാണ് ഞങ്ങൾ ഒന്നാമതായി ഈ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുള്ള മറുപടി. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം, വിശ്വാസികൾക്കൊപ്പം അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഗൗതം പറഞ്ഞത് അത് ഗൗതത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങളന്നും ആ വിശ്വാസങ്ങൾ, ഞങ്ങളതിൻ്റെ പേരിൽ തെരുവിലിറങ്ങി രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം സത്യമാണ്. അതിനകത്ത് ഇനിയും അത്തരത്തിൽ ഒരു മുതലെടുപ്പിന് ഞങ്ങൾ തയ്യാറല്ല. കാരണം അല്ലാതെ ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അയ്യപ്പ ഭക്ത സമൂഹം തെരുവിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങൾ തെരുവിലേക്കില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കോൺഗ്രസ് പാർട്ടി അങ്ങനെ തെരുവിൽ പ്രതിഷേധിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് എതിരെ ഒരുപാട് കേസുകൾ അന്നത്തെ പോലീസ് എടുത്തിട്ടുണ്ട്. ആ പോലീസ് ഇപ്പോൾ ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എന്നെപ്പോലുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ അത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാൻ പറ്റും. ഞാൻ തന്നെ എൻ്റെ പേര് തന്നെ പറയാം. തിരുവനന്തപുരത്ത് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഗൗതത്തിന് അയച്ചു തരാം. നാമജപ ഘോഷയാത്രയിൽ അല്ല പറഞ്ഞോട്ടെ, അല്ല നാമജപ ഘോഷയാത്ര അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഞാൻ പറഞ്ഞോട്ടെ. അതിനകത്ത് അവിടെ ഒരുപാട് സംഘടനകൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സംഘടനകൾ, അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ്, ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്, അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പൊ BJP നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവരാജ് ഗോകുലിനെതിരെ തന്നെ കേസുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അദ്ദേഹം ജയിലിൽ കടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ യുവമോർച്ചയുടെ അധ്യക്ഷൻ, അദ്ദേഹം കോഴിക്കോട് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങൾക്ക് നമുക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാം, ഒരു സംശയമില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് പട്ടിണി നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ന് രാവിലെ നടത്തുന്ന പരിപാടി നടക്കുക, ഇപ്പോൾ അറിയാം, ആശാ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉച്ചയ്ക്ക് നടന്ന പരിപാടിയെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിനകത്ത് ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ തെരുവിലിറങ്ങി അടിയുണ്ടാക്കി അതിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞതിൻ്റെ പ്രഖ്യാപിതമായി പറഞ്ഞതിന് അതിനോടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അത് മാത്രമാണ് ഇവിടെ BJPയുടെ നേതാക്കന്മാർ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതെല്ലാം കേസിൽ നേതാക്കന്മാരെ പലരെടുത്ത് താങ്കൾ ഇടപെടുന്നത് എനിക്ക് കുഴപ്പമില്ല.
ഞാനും താങ്കൾ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഭക്തസംഗമത്തിന്റെ പേരിൽ അക്രമം നടന്നു എന്ന് പറഞ്ഞു. അതൊരു വലിയ അത് ഞാൻ പറയട്ടെ, അതാണ് എന്തിനാണ് അവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആ കേസെടുത്തത് ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണ്. കാരണം 2018 എന്ത് അതിക്രമമാണ് നടന്നത്? ഇപ്പൊ സിഎയുടെ പേരിൽ നടന്ന പ്രതിഷേധമാണെങ്കിൽ അത് വലിയ ഭീകര സ്വഭാവമുള്ള ആക്രമണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. അയ്യപ്പ ഭക്തർ സമാധാനത്തോടെ നാമം ജപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധത്തെ അങ്ങ് CPM-കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അല്ലല്ല, ഞാൻ അതിന് അനുകൂലമായിട്ടല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ അടക്കമുള്ള ആളുകൾ സമരഘോഷ അല്ലെങ്കിൽ നമുക്കറിയാം നാമജപ ഘോഷയാത്രകളിൽ പങ്കെടുത്ത ആളാണ്. അതിനകത്ത് കോൺഗ്രസ് പാർട്ടി ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ കോൺഗ്രസ് പാർട്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് വ്യക്തമാണ്, അതിനകത്ത് ഒരു അവ്യക്തതയുമില്ല. അത് വ്യക്തത എന്താണ് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം. അതായത് മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ലാഭം, മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ ജനകീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇടപെട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതൊക്കെ മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ജനകീയ വിഷയങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ടായാൽ, അതായത് ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, കുട്ടികൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, ഇങ്ങനെ എല്ലാ മേഖല എടുത്തു നോക്കൂ, നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? രണ്ടാമത് പറഞ്ഞത് ഈ അഫിഡവിറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുമോ സർക്കാർ? അതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അതിന് അനുകൂലമാണെന്നാണോ? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമല്ലേ. നിങ്ങൾ ഈ കേരളത്തിൻ്റെ പോലീസ്, ഈ സർക്കാർ ഈ നാമജപ ഘോഷയാത്രയുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുണ്ട്. അവർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ട് വേണം നിങ്ങൾ ഈ സംഗമവുമായി മുന്നോട്ട് പോകാൻ. അപ്പം ക്ലിയർ അല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഒരു വെള്ളം ചേർക്കലുകളും ഇനി ഉണ്ടാവുകയില്ല, നാളെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ മടങ്ങിയെത്താം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ RV ബാബു, സെപ്റ്റംബർ 20 നടക്കുന്ന ഈ സർക്കാരിൻ്റെ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ നടക്കുന്ന ഈ സമ്മേളനത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. പന്തളം കൊട്ടാരം വരുന്നു, മലയരയ മഹാസഭ വരുന്നു, ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ വലിയ വിമർശനം ഈ സംഗമത്തിനെതിരെ ഉയർത്തുന്നുവെന്ന് മാത്രമല്ല, പ്രസക്തമായ ചോദ്യങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡും ഈ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുകയാണ്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ അയ്യപ്പ സംഗമം നടത്തുന്നത്. അവരുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്നാണ് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ കബളിപ്പിക്കലാണ് അവർ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് CPM-ന് കഴിഞ്ഞ കാലങ്ങളിൽ അവർ എടുത്ത ഹിന്ദു വിരുദ്ധ നിലപാടുകൾ മൂലം വലിയ തോതിൽ ഹൈന്ദവ സമൂഹം CPM-ൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെയായിട്ട് CPM നാളിതുവരെ പിന്തുടർന്നു വന്നത് ഇസ്ലാമിക മത തീവ്രവാദത്തെ പിന്തുണയ്ക്കലാണ്. ഇസ്ലാമിക മത തീവ്രവാദത്തെ അതിന്റെ ഏതറ്റം വരെ പിന്തുണയ്ക്കാമോ ആ രീതിയിലൊക്കെ അവർ പിന്തുണച്ചിരുന്നു. അതിനെ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാവുന്ന തരത്തിൽ, ഇസ്ലാമിക വികാരം കുത്തികളക്കുന്ന തരത്തിൽ CAA പ്രക്ഷോഭമായാലും അതിനുശേഷമുള്ള പാലസ്തീൻ അനുകൂല പ്രക്ഷോഭമായാലും അതേപോലെ ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ഒക്കെ CPM എടുത്ത നിലപാട് കേരളത്തിലെ മതവർഗീയ പ്രസ്ഥാനത്തെ, മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതും അതിനോട് ചേർന്ന് നിൽക്കുന്നതുമായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഇസ്ലാമിക മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്ത CPM മറുഭാഗത്ത് ഹൈന്ദവ വിശ്വാസങ്ങളെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. അത് ശബരിമല പ്രക്ഷോഭത്തിന്റെ വിഷയം ഞാനിവിടെ പ്രത്യേകം പറയേണ്ടതില്ല. ഏതൊക്കെ തരത്തിലാണ് ശബരിമല പ്രക്ഷോഭ കാലത്ത് അയ്യപ്പ വിശ്വാസികളെ ഇടതുപക്ഷ സർക്കാർ വേട്ടയാടിയത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, നമുക്ക് അറിയാം. അതൊക്കെ കൂടാതെ ഏതൊക്കെ തരത്തിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ, അത് ഗണപതി മിത്താണെന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന സമഗ്രാധിപത്യമാകാം, ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആയുധമാക്കിക്കൊണ്ട് അവസരമാക്കിക്കൊണ്ട് മാറ്റിയ, ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും അതിൽ ഇടപെട്ടുകൊണ്ട് CPM-ന്റെ അത്തരം പരിപാടികൾ അനുവദിക്കരുത് എന്ന് ദേവസ്വം ബോർഡിനെ ശാസിക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്ക് മാറിയതാവാം. ദേവീദേവന്മാരെ നഗ്നയായിട്ട് വരയ്ക്കുന്ന ആളുകളെ അവർക്ക് വിളിച്ച് അവാർഡ് കൊടുക്കുന്ന സംഭവമാവാം. അങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങളിൽ
CPM-ന്റെ നിലപാട് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക, സനാതന ധർമ്മത്തെ ഡെങ്കിയായിട്ടോ കൊറോണയായിട്ടോ കണ്ട തമിഴ്നാട് നേതാവ് സ്റ്റാലിന്റെ, ഉദയനിധി സ്റ്റാലിന്റെ അതേ മനോഭാവം അതേ രീതിയിൽ തന്നെ കേരളത്തിലെ CPM നേതാക്കന്മാർ നാട് നീളെ പറഞ്ഞു നടന്നിരുന്നു. അവർ ഹൈന്ദവ ധർമ്മത്തിനെതിരായിരുന്നു, സനാതന ധർമ്മത്തിനെതിരാണ്, അവർ ഹൈന്ദവ സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാ കാലവും എതിരായി. അപ്പോ ഇതെല്ലാം കണ്ട CPM-നകത്തെ ഹിന്ദുക്കൾ അവർ മാറി ചിന്തിച്ചു. അവര് CPM-നെ കൈയൊഴിഞ്ഞു. വലിയ തോതിൽ അവര് കേരളത്തിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കൊപ്പം അണിനിരന്നു. ഞാനിവിടെ ഒരു കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട് ഗൗതം. ആ നെറേറ്റീവ് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുള്ള സംഘടന CPM ആണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പല TV ചാനലുകളിലും ഞാനത് കേട്ടിട്ടുണ്ട്. ഞാനിതാ ഇവിടെ അതങ്ങ് ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നത് CPM അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അംഗങ്ങളായിട്ടുള്ളത് ഹൈന്ദവ സംഘടനകളാണ്, ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്ന് ഞാനിവിടെ പറയുകയാണ്. ഞാനത് പറയാൻ കാരണം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇവരെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പാർട്ടിയായിട്ട് മുദ്ര കുത്തിയിട്ടുള്ളത് BJP ആണല്ലോ. ആ BJPക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം എത്രയാണ്? 19.2. NDA മുന്നണിക്ക് കിട്ടിയത് 19.2. നമുക്ക് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് കണക്കാക്കി 20% കണക്കാക്കാം. ടോട്ടൽ കേരളത്തിൽ പോൾ ചെയ്ത ലോക്സഭാ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ട് 1,98,00,000 97 ലക്ഷത്തി സംതിങ് ആണ്. അത് 98 നമുക്ക് റൗണ്ട് ഫിഗർ ആണ്. 1,98,00,000 എന്ന് വെച്ചാൽ 1,98,00,000 20% വോട്ടാണ് BJPക്ക് കിട്ടിയത്. BJP ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണെന്നാണല്ലോ പറയുന്നത്. ഹൈന്ദവരുടെ വോട്ടാണ് പ്രധാനമായിട്ടും, മെജോറിറ്റി വോട്ട് 99% വോട്ടും ഹൈന്ദവരുടെ വോട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. 1,98,00,000 പോൾ ചെയ്താൽ കേരളത്തിൽ ഹിന്ദു ജനസംഖ്യയുടെ തോതനുസരിച്ച് 50% വോട്ടാണ് കേരളത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 1 കോടി വോട്ട് എന്ന് കണക്കാക്കിക്കോളൂ. 1 കോടി വോട്ട് 1,98,00,000 20% എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ 40%. ഞാനതാ പറഞ്ഞത്. കേരളത്തിൽ 40% ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ ഹൈന്ദവ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ഹിന്ദുക്കളുടെ പിന്തുണ വൻതോതിൽ ആർജിച്ചിട്ടുള്ള ഒരു സംഘടനയും പ്രസ്ഥാനമാണത്. നിങ്ങൾക്ക് ആർക്കും എഴുതള്ളാൻ പറ്റില്ല അതിനെ. കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ, ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായത്തെയും അവരുടെ സ്വാധീനത്തെയും അവഗണിച്ചുകൊണ്ട് ഇന്ന് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ് അയ്യപ്പ സംഗമം. അല്ലാതെ അയ്യപ്പന്മാരോട് ഇവർക്ക് ലെവലേശം ആത്മാർത്ഥതയില്ല, അയ്യപ്പ വിശ്വാസത്തോടില്ല, അയ്യപ്പ ധർമ്മത്തോടില്ല, ശബരിമലയോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 17 വർഷമായിട്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ഇവിടെ ഉണ്ട്. 2008 കേരള ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ പ്ലാൻ. ഇവരെന്താ ഇപ്പോ കൊണ്ടുവന്നാണെന്ന് വിചാരിക്കുന്നോ? ആ മാസ്റ്റർ പ്ലാനിന് അനുവദിച്ച പണം എന്തുകൊണ്ട് ലാപ്സായി എന്ന് ഇവിടെ GV ഹരിയും പറയണം, സതീഷും പറയണം. 2008 മുതൽ ഭരിച്ചത് UDF-ഉം LDF-ഉം അല്ലേ? ഓരോ വർഷവും സർക്കാർ അനുവദിക്കുന്ന ബഡ്ജറ്റിലെ പണം എങ്ങനെ ലാപ്സായി? കേന്ദ്ര സർക്കാർ സ്വപ്നദർശൻ പദ്ധതിയിലൂടെ അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടിയും ലാപ്സായി. പിണറായി വിജയന്റെ ഗവൺമെന്റ് 2016 മുതൽ 23 വരെ അനുവദിച്ച 220 കോടി രൂപയിൽ 140 കോടി രൂപയും ലാപ്സായി. എങ്ങനെ ലാപ്സായി? ആരാണ് അതിന് ഉത്തരം പറയേണ്ടത്? എന്നിട്ട് അയ്യപ്പന്മാരെ സംഘടിപ്പിച്ച് ഞങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. സത്യത്തിൽ ഇവര് എന്താ ഉദ്ദേശിക്കുന്നത്? സ്പോൺസർഷിപ്പിലൂടെ പശ്ചാത്തല സൗകര്യം ഒരുക്കലാണോ? അയ്യപ്പന്മാരെ വിളിച്ച് അവരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കലാണോ? എങ്ങനെയാണ് ഇവര് അയ്യപ്പ സംഘം നടത്താൻ പോകുന്നത്? 3000 പേരെ സംഘടിപ്പിക്കുന്നു. 3000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3000 പേരെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? 3500 പേര് രജിസ്റ്റർ ചെയ്താൽ 500 പേരെ എങ്ങനെ ഇവർ ഒഴിവാക്കുന്നത്? എന്താണ് ഇതിന്റെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മാനദണ്ഡം? എന്താണ് പങ്കെടുക്കാനുള്ളതിന്റെ മാനദണ്ഡം? എന്താണ്? ഒരു തരത്തിലും ഒരു ഉത്തരവും ഈ ദേവസ്വം ബോർഡിനില്ല. പക്ഷെ ദേവസ്വം ബോർഡ് ചെയ്യും. ഈ അയ്യപ്പന്മാരെ മുഴുവൻ ആകർഷിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാം? അവിടെ ശബരിമലയിൽ വരുന്ന സമയത്ത് 3 കോടി രൂപ കൊടുക്കുന്നവന് 10 ദിവസം താമസം ഫ്രീ, ദർശനം ഫ്രീ, അവിടേക്ക് വരവ് പോക്ക് ഫ്രീ, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. 1 കോടി രൂപ കൊടുക്കുന്നവന് അടുത്ത സൗകര്യം. ഇങ്ങനെ അയ്യപ്പന്മാരെ പല തട്ടിലാക്കി വിഭജിക്കും.
അങ്ങേറ്റം ക്രൂരമായ നടപടി. അയ്യപ്പന്മാർ, അതായത് ശബരിമലയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താ, ആ സങ്കല്പത്തിന്റെ കണക്കൽ കത്തിവെച്ച് സമദർശിത്വത്തിന്റെ, സമഭാവനയുടെ, സമത്വത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയുന്ന ശബരിമലയിൽ കൊടുക്കുന്ന പണത്തിന്റെ തോതനുസരിച്ച് വിവേചനം ഉണ്ടാക്കുകയാണ്. ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. അത് തന്നെയാണ് ശബരിമലയുടെ പവിത്രതയും അതിന്റെ പാരമ്പര്യവും പൈതൃകവും ക്ഷേത്രത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുകയല്ല, മറിച്ച് സാമ്പത്തികമാണ് ഈ ഒരു സംഗമത്തിന്റെ ലക്ഷ്യം എന്ന പ്രസക്തമായ ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ടാണ് ഇന്നലെ കേരള ഹൈക്കോടതി പോലും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായത്. ശ്രീ സതീഷ് വസന്ത്, നേരത്തെ RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ CPIM അടുത്ത കാലത്ത് കൈക്കൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പും അതിടയ്ക്ക് മാറി മാറി അവരെടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് പലപ്പോഴും അതിതീവ്ര സ്വഭാവമുള്ള സംഘടനകളെ, പ്രത്യേകിച്ച് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ കൂടെ കൂട്ടുന്ന ഒരു സമീപനം CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. അതിലൂടെ CPM-ന്റെ തന്നെ കോർ കേഡറായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന ആശയത്തിലേക്ക് വളരെ വേഗത്തിൽ ഇടതുപക്ഷം എത്തിയിരിക്കുന്നത്? വസന്ത്, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ ഇതല്ല. ഇവിടെ ഇപ്പം RV ബാബു പറഞ്ഞാലും നമ്മളെ BJP വക്താവ് പറഞ്ഞാലും പറയുന്നത് എന്താണ്, അവരെല്ലാം വോട്ട് ബാങ്കാണ് നോക്കുന്നത്. നോക്കൂ, ഇത് വോട്ട് ബാങ്കിൻ്റെ പ്രശ്നമാണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു. ഈ പ്ലാറ്റിനം ജൂബിലി 75 വർഷം ആഘോഷിക്കുമ്പോഴത്തേക്ക് അന്നെല്ലാം ഈ ഇലക്ഷൻ വരുമെന്ന് നേരത്തെ എല്ലാം പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. ഇത് എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. നോക്കൂ, അത് ദേവസ്വം, ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 100ാം വാർഷികം വരുമ്പം അവിടെ പല പരിപാടികളും ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ചിലപ്പോൾ ആഗോള ലെവലിലും എല്ലാം അവിടെ വരുത്തുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രം നോക്കാം, അങ്ങനെ പല ക്ഷേത്രങ്ങളും അങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുമ്പോഴത്തേക്ക് അത് വോട്ട് ബാങ്കാണ്, അത് ഇലക്ഷൻ സംബന്ധിച്ചാണ് എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥം ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ശരി, ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴത്തേക്ക് 20ാം തീയതി നടക്കുമ്പോഴത്തേക്ക് അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യതിചലനം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഏതെങ്കിലും അയ്യപ്പൻ്റെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ മണ്ഡല പൂജകളിൽ വിശ്വാസികളാണോ? ഒന്നുമില്ലല്ലോ. സംഘടിപ്പിക്കുന്നവർ വിശ്വാസികളാണോ? അതൊരു ചോദ്യമല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വിശ്വാസികളാണോ? കാരണം അത് ചോദിക്കാൻ കാരണം ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ CPM-ന്റെ കേഡറുകളോട് ഈ പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടില്ലേ? ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല ക്ഷേത്രത്തിലും ഗുരുവായൂരിലും പോയി നടയിൽ തൊഴുതതിന് വിശദീകരണം ചോദിച്ച ആ കൂട്ടരാണ് നിങ്ങൾ. ഈ ആചാരത്തെ പറ്റി പറയുന്നത് ഒരു പാർട്ടിയിൽ വിശ്വാസികളാണോ അവിശ്വാസികളും ഇതെല്ലാം കാണുന്നേ, അത് എല്ലാ പാർട്ടിയിലും ഉള്ളത് തന്നെ. അന്ധവിശ്വാസികൾ മാത്രമല്ല, കാരണം അമ്പലത്തിൽ പോയ വിശദീകരണം ചോദിക്കുകയാണെന്ന്. അല്ല, ഞാനൊരു കാര്യമായിട്ട് ഗൗതമേ, ഞാനൊരു കാര്യം പറ്റി, നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തൂ. നിങ്ങളൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ സംഗമം നടത്തുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു. ബഹുമാനപ്പെട്ട RV ബാബു തന്നെ പറഞ്ഞത് 1 കോടി രൂപ 10 ദിവസം താമസിക്കാം, അല്ലെങ്കിൽ 2 കോടി രൂപ 5 ദിവസം താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. സാമ്പത്തികം ഒരു അമ്പലത്തിലെ ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. നോക്കൂ, ഈ അയ്യപ്പ ക്ഷേത്രം മണ്ഡല കാലങ്ങളിൽ കിട്ടുന്ന വരുമാനം അനുസരിച്ചാണ് മറ്റുള്ള ഉപക്ഷേത്രങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ശരിയാണ്, സാമ്പത്തികം ആവശ്യമാണ്. ഇപ്പൊ 18ാം പടി സ്വർണം പൊതിഞ്ഞത് എന്തെങ്കിലും സംഗമം നടത്തിയതിന്റെ പേരിലാണോ? ഭക്തർ നൽകിയതാണ്. ശബരിമലയിലെ കൊടിമരം സ്വർണം പൂശിയത് നിങ്ങൾ സംഗമം നടത്തിയതിന്റെ പേരാണോ? അല്ല, അത് ഭക്തർ സമ്മാനിക്കും. ഞാൻ ഗൗതമിന്റെ അടുത്ത് ഒരു കാര്യം RV ബാബുവോ അല്ലെങ്കിൽ നമ്മൾ BJP വക്താവോ ഒന്ന് പറഞ്ഞത് വേറൊന്നുമില്ല. ഈ സംഗമം നടത്തുന്നതുകൊണ്ട് അവിടെ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ യുവതി പ്രവേശനമോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കോ ഉണ്ടോ ഇല്ലയോ? അത് മാത്രമേ എനിക്ക് ഒരു കാര്യം. എന്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, നോക്കൂ, മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ശബരിമല ക്ഷേത്രം വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി, എല്ലാവർക്കും പ്രവേശനം. ആ തത്വമസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവേശനം നടത്തുന്നത്. നോക്കൂ, ആറ്റുകാൽ അമ്പലം, നമ്മൾ തൊട്ടടുത്തുള്ള ആറ്റുകാൽ അമ്പലത്തിൽ എവിടെയാണ് നാനാ മതസ്ഥരാണ് അവിടെ നിന്ന് പൊങ്കാലയിടുന്നത്. അവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണെങ്കിലും അവിടെ സ്ത്രീകളുടെ ഒരു ശബരിമലയായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അവിടെ നാനാ ജാതിക്കാരാണ് വരുന്നത്.
ഞാനൊരു കാര്യം പറ്റേ, കാലാകാലങ്ങൾ ഞാൻ പറഞ്ഞു NSS ഇപ്പം NSS എങ്ങനെ ഉണ്ടാക്കിയ ഒരു രൂപപ്പെട്ടതെന്ന് അറിയാമോ? നമ്മൾ ബ്രാഹ്മണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ NSSും അതുപോലെ തന്നെ ഈ പൾപ്പ് ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിനും ചേർന്നിട്ട് SNDP ഒക്കെ. നോക്കുക, അവരെല്ലാം ഈ സംഘബന്ധത്തിന് അനുകൂലമല്ലേ? അവരങ്ങനെയാണെങ്കിൽ അവർ മാറിയിരിക്കില്ല. ഇപ്പം തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ NSSൻ്റെ വൈസ് പ്രസിഡന്റ് സംഗീതകുമാർ എന്ന് പറയുന്നത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഖിലേന്ത്യാ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം എല്ലാം അനുകൂലിച്ചില്ലേ? എന്തുകൊണ്ട് നിങ്ങളത് പറയില്ല? അപ്പം ഇതെന്ന് പറയുന്നത് സർക്കാരിന് വേറൊരു ഉദ്ദേശം ഇല്ല. നിങ്ങൾ CPM നടത്തുന്നുകൊണ്ടാണോ അതോ ഇടതുപക്ഷ സർക്കാർ നടത്തുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സംഗമം ഇവിടെ നടത്തല്ലേ എന്ന് പറയുന്നത്? അതോ BJPക്കൊക്കെ ഒരു പേടിയാണോ ഈ ഹിന്ദു വോട്ട് അങ്ങ് മാറി പോന്നു? അങ്ങനെ പോവോ? നിങ്ങൾക്കുള്ള വോട്ട് നിങ്ങൾക്ക് തന്നെ വരുമെന്നേ, അതൊന്നും മാറിയൊന്നും പോവില്ല. അതൊരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? മാത്രമല്ല, ഈ ദേവസ്വം മന്ത്രി ഇപ്പോൾ ഈ മലയരയ മഹാസഭയ്ക്കൊക്കെ നേരിട്ട് കത്ത് നൽകുകയും ഹൈന്ദവ സംഘടനകളെ എങ്ങനെയെങ്കിലും ഒക്കെ കൂടെ കൂട്ടാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. കാരണം 22-ാം തീയതി ഹൈന്ദവ സംഘടനകളുടെ ഒരു ബദൽ സംഘം അവിടെ നടക്കുന്നുവെന്ന് കണ്ടതോടുകൂടിയാണ് ഈ കത്തുകളൊക്കെ ആയിട്ട് ദേവസ്വം മന്ത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ കൺട്രോൾമെൻറ്റ് കൗൺസിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് അവിടെ പോയല്ലോ. അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ടല്ലേ പോയത്? അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ലല്ലോ. അദ്ദേഹം കാണാൻ കൂട്ടാക്കിയല്ലോ. എന്നിട്ട് കോൺഗ്രസിൻ്റെ ശബ്ദം എന്താണ് പറഞ്ഞത്? നമ്മൾ ആലോചിക്കട്ടെ. എന്തോന്നാലോചിക്കാണ് ഈ സംഗമത്തിന്? ഇത് ഞാൻ പറയട്ടെ, നോക്കൂ, നമ്മളൊരു കേരളത്തിൽ ഒരു മഹാക്ഷേത്രമാണ് ശബരിമല. ഇപ്പം ആന്ധ്രയിൽ തിരുപ്പതി എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വികസനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളൊരു മണ്ഡലകാലം മാത്രമാണ് ശബരിമലയിലെ വരുമാനം. അത് കഴിഞ്ഞിട്ട് വരുമാനം കുറവാണ്. ആ വരുമാനം വെച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വർഷത്തേക്ക് യുവരാജ് ഗോകുൽ നൽകും. അല്ല, ഞാൻ മടങ്ങിയെത്താം. യുവരാജ്, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അദ്ദേഹം പറയുന്നതിന് മുഴുവൻ സാമ്പത്തിക കണക്കുകൾ മാത്രമാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് അങ്ങ് പറയുന്ന ഇതിന്റെ വോട്ട് ബാങ്ക് മാറിയോ എന്നാണ്. ഒരിക്കലും ഞാൻ പറയുന്നത് അങ്ങനെ മറിയോ? നിങ്ങളെ ഒരു അടിസ്ഥാനമായ ഒരു വോട്ടാണ് ഹിന്ദു വോട്ടാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറയുന്നത് BJPയുടെ ഭയം ഹിന്ദു വോട്ട് മറിയുമോ എന്നുള്ളതാണ് ഭയം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾറെഡി ഇവിടെ ആരാണ് ഭയപ്പെട്ടതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPMന് തട്ടിയിരിക്കുന്ന ഒരു ഭയത്തിന്റെ പുറത്തുനിന്ന് മാത്രം. അതായത് ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് അവരിൽ എല്ലാ കാലഘട്ടത്തിലും നിൽക്കുന്നതാണ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അവർ ധരിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് മനസ്സിലായി അത് അവരിൽ നിന്ന് പോയി UDFലേക്ക് പോയി എന്നുള്ള കാര്യം. ക്രൈസ്തവ വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ഈ പറയുന്ന അമിതമായ ഇസ്ലാമിക പ്രീണനം കാരണം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്താണ്, അതൊട്ട് കിട്ടുന്നതുമില്ല, അത് സ്ഥായിയായിട്ട് നിൽക്കുന്നതുമില്ല, കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ തട്ടിയിരിക്കുന്ന ഒരു ഭയത്തിന്റെ പുറത്ത് നിന്നാണ് സ്വാഭാവികമായിട്ടും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആശയപരമായിട്ട് അവരെന്താണോ ആശയപരമായിട്ട് കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് മുമ്പോട്ട് വെച്ചിരിക്കുന്ന 1920-ലാണോ 25-ലാണോ തുടങ്ങിയെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ചർച്ചകൾ അവർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഒരു ഭാഗത്ത് ആരംഭിക്കപ്പെടുന്നു. 1925 തന്നെ അവരുടെ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം. 100 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലാണ് അവർ മത്സരിക്കുവാൻ വേണ്ടി നമ്മളോടൊപ്പം വരുന്നത് എന്ന് പറയുമ്പോൾ ആശയപരമായ ആ പ്രസ്ഥാനം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ലഭിക്കുന്നുണ്ട്. അത് ഒരു വശം മാത്രമാണ്. രണ്ടാമത്തെ ഒരു വശം, അദ്ദേഹം ഇപ്പോൾ ഇവിടെ വലിയ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഇരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ വരുമാനം അവിടെ വരുന്നുണ്ട്. ആ വലിയ വരുമാനത്തിന്റെ പുറത്ത് തിരുവിതാംകൂറിലെ ബാക്കി ക്ഷേത്രങ്ങളിൽ മുഴുവൻ ചെലവുകൾ നടന്നു പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ഉണ്ട് സർ. അതും കൂടി ഒന്ന് കാണണം. ഈ മലബാർ ദേവസ്വം ബോർഡിനകത്ത് സൂപ്പർ ഗ്രേഡ് എന്നും A ഗ്രേഡ് എന്നും B ഗ്രേഡ് എന്നും C ഗ്രേഡ് എന്നും D ഗ്രേഡ് എന്നും ക്ഷേത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1000-ലധികം ക്ഷേത്രങ്ങൾ C ഗ്രേഡിലും D ഗ്രേഡിലും ഉണ്ട്. നിങ്ങൾ ആ ദേവസ്വം ബോർഡിലെ ജീവനക്കാരോട് പോയിട്ടൊന്ന് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് എത്ര മാസമായി അല്ലെങ്കിൽ എത്ര വർഷമായി നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കണം. അമ്പലത്തിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ, അതായത് ശാന്തി ആയിരുന്നാലും ശരി തന്നെയാണ്, മറ്റുള്ളവരായിരുന്നാലും ശരി തന്നെയാണ്, അവരുടെ രാവിലത്തെ ആ ജോലി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ആ ക്ഷേത്രത്തിൽ അവരുടെ സേവനം കഴിഞ്ഞതിന് ശേഷം
ഉപജീവനത്തിന് വേണ്ടിയിട്ട് ദിവസവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിനും ഓട്ടോ ഓടിക്കാനും മറ്റു പണിയൊക്കെ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് മലബാർ. അല്ലല്ല, ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഒരു നിമിഷം പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. അങ്ങ് ദയവീത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അപ്പോൾ അവിടെ 4000-ലധികം ജീവനക്കാർ ഈ പറയുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിലുണ്ട്. അവരുടെ ആരുടെയും കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. നിങ്ങൾക്ക് അവരുടെ ആരുടെയും കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട. ഈ പറയുന്ന സൂപ്പർ ഗ്രേഡിലും എ ഗ്രേഡിലും ബി ഗ്രേഡിലും ആയിട്ട് ഒരുപാട് സഖാക്കളെ പിൻവാതിൽ വഴി കുത്തിക്കയറ്റി അവിടെ പല സ്ഥലങ്ങളിലും നിയമിച്ചു വെച്ചിട്ടുണ്ട്. അവിടങ്ങളിലും മാത്രമാണ് വരുമാനമുള്ളത്, അവിടങ്ങളിലും മാത്രമാണ് ശമ്പളവും കിട്ടുന്നത്. ബാക്കി സി ഗ്രേഡിലും ഡി ഗ്രേഡിലും ഉള്ള പാവപ്പെട്ട ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അവർക്ക് ആനുകൂല്യം വിടൂ, മാസ ശമ്പളമെങ്കിലും കിട്ടണ്ടേ, അതുപോലും കിട്ടാത്ത അവസ്ഥ. 1.5 വർഷം 2 വർഷം കൂടുമ്പോഴാണ് ആ പാവങ്ങൾക്ക് ശമ്പളമെങ്കിലും കിട്ടുന്ന സാഹചര്യമുള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ സാമ്പത്തിക വശം ഒരു വശത്തേക്ക് വിട്ടേക്കൂ. പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ആരോടും വിവേചനം ഇല്ല, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു. ലോകം മുഴുവൻ കണ്ട ഒരു സംഭവമായിരുന്നു കുംഭമേള എന്ന് പറയുന്നത്. 60 കോടി ജനങ്ങളാണ് അവിടെ വന്നിട്ട് പോയത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ മാത്രമാണ് ഒരു സ്റ്റോൾ അവിടെ ഇല്ലാതെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ടതാണ്. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും യു പി സർക്കാർ കത്തെഴുതിയിരുന്നു, നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോൾ ഇവിടെ വരണം, കാരണം നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ കൂടണമെന്ന് പറഞ്ഞപ്പോൾ കേരള സർക്കാർ മാത്രമാണ് അതിനകത്ത് പങ്കുചേരാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള. ആ ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് അയ്യപ്പ സംഗമം നടക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചിട്ട് വലിയ വാദോരാത്ത രീതിയിലുള്ള സാമ്പത്തിക വശങ്ങളും ഭക്തരുടെ വികാരങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള, നിങ്ങൾ പ്ലാറ്റിനം സ്വാമിയെന്നും ഗോൾഡ് സ്വാമിയെന്നും അല്ലാത്ത സ്വാമിയെന്നും സാധാരണ സ്വാമിയെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാരെ വേർതിരിക്കുന്ന തലത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനകത്ത് സാമ്പത്തികം മാത്രമല്ല അവിടെ വിഷയമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തട്ടിയിട്ടുള്ള ഭയം തന്നെയാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക് അവിടെ നിളയി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ആ ഭയം നിങ്ങൾക്കുണ്ടാകുന്നത് ജെനുവിനാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വോട്ട് പോയി. ഇനി നിങ്ങളെ ആരും വിശ്വാസത്തിൽ എടുക്കുവാനും പോകുന്നില്ല. കാരണം ഇപ്പോൾ പോലും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ എന്താണ്, ശബരിമലയിലെ ഈ പറയുന്ന വിവാദപരമായിട്ടുള്ള വിധി എന്ന് പറയുന്നത് അടഞ്ഞ അധ്യായമാണെന്ന് വെച്ചപ്പോൾ അടഞ്ഞ അധ്യായമല്ല, അത് കഴിഞ്ഞു പോയ അധ്യായമാണ്. അടഞ്ഞ അധ്യായം അല്ല എന്നല്ല, കഴിഞ്ഞു പോയ അധ്യായമാണ്. അതായത് എന്താണ്, ആ അധ്യായം വീണ്ടും ഭാവിയിൽ തുറക്കുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. മറ്റേ സ്റ്റാർ ഇട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്, കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഭാവിയിൽ വീണ്ടും എന്നുള്ള തലത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ആത്മാർത്ഥമായിട്ടുള്ളതല്ല. നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിനാരും എതിരല്ല, നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് ആർക്ക് യാതൊരു വിരോധവും ഇല്ല. നിങ്ങൾക്കിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യപ്പ സംഗമം നടത്തണമെന്നുണ്ടെങ്കിൽ നടത്തണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഒന്നും മറ്റാർക്കും ഇല്ല. പക്ഷെ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളും സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ്. ആ ചോദ്യങ്ങൾ ഹിന്ദു സമൂഹം വളരെ ജെനുവിനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ജി വി ഹരി ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങി. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, ഈ രഹ്ന ഫാത്തിമയെ പോലെയുള്ള ആൾക്കാർ അവര് എത്രമാത്രം അശ്ലീലമായിട്ടാണ് ശബരിമലയിലേക്ക് കയറി വന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അവർ കയറുന്നതിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ചിത്രം ഓർമ്മയുണ്ടല്ലോ. അതായത് ഒരു ലുങ്കി എടുത്ത് വെച്ചിട്ട് അങ്ങറ്റം വരെ പൊക്കി കെട്ടി കാലെടുത്ത് പൊക്കി വെച്ചിട്ട് ഇരുന്ന് കുറച്ച് പൗഡറും എടുത്ത് നെറ്റിയിൽ തേച്ച് അപഹസിക്കുന്ന തരത്തിൽ, അയ്യപ്പ ഭക്തരെ മുഴുവൻ അപഹസിക്കുന്ന തരത്തിലാണ് അവരവിടെ ഇരുന്നത്. ഇവര് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വത്തക്കയൊക്കെ എടുത്ത് കടിച്ച് തിന്ന് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എവിടെയായിരുന്നു? കോൺഗ്രസ്സുകാർ ആ പരിസരത്തെങ്ങും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ സംഘപരിവാറിന്റെ ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ BJPയുടെ ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ പേരിൽ അതിന് കേസുണ്ട്. അതിന്റെ പേരിൽ എത്ര തവണ മല കയറി ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ തെരുവിലിറങ്ങി സമരം നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഇന്നേ വരെയും മതപരമായ വിഷയങ്ങളിൽ ഒന്നിലും തന്നെ ഒരു തരത്തിലുള്ള നിലപാട് ആ തരത്തിൽ എടുക്കാൻ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷാബാനോ കേസിനകത്ത് സുപ്രീം കോടതിയിൽ ഓർഡിനൻസ് പാസ്സാക്കാൻ പോയ ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാർ? മതപരമായ വിഷയം ആയിരുന്നില്ലേ? ഒരൊറ്റ വിഭാഗത്തിന് വേണ്ടിയിട്ട്, മുസ്ലിം പുരുഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗത്തിന് വേണ്ടി മാത്രം മുത്തലാഖ് വിഷയത്തിൽ എവിടെയായിരുന്നു?
മുത്തലാഖ് വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകൾക്കൊപ്പമായിരുന്നോ പുരുഷന്മാർക്കൊപ്പമായിരുന്നോ നിന്നിരുന്നത്? അപ്പൊ എല്ലാ വിഷയങ്ങളിലും തങ്ങൾക്ക് ഏറാണോ വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിനനുസരിച്ച് മാത്രം നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല. അവർക്കറിയാം അവിടെ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ധാരണ കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരെയും മതപരമായ കാര്യത്തിൽ അങ്ങനെ നിലപാടെടുക്കുന്നവരല്ല, ഇങ്ങനെ നിലപാടെടുക്കുന്നവരല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ടും എവിടെയാണോ നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം, ആ രാഷ്ട്രീയ ലാഭത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമാണ് ഷട്ട് ചുളിയും എന്ന് ഭയമുള്ളത് കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ഭയന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തെരുവിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തെരുവിലേക്ക് ഇറങ്ങിയത് BJP-ക്കാരോ RSS-കാരോ മാത്രമൊന്നുമല്ലല്ലോ. തെരുവിലേക്ക് ഏറ്റവും ആദ്യം ഇറങ്ങിയത് NSS-കാരല്ലേ? NSS എന്ന് പറയുന്ന സംഘടന അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം നോക്കി ഇറങ്ങിയതാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? NSS-കാർ വളരെ കഷ്ടപ്പെട്ട് പന്തളത്ത് ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ തെരുവിലേക്ക് ഇറങ്ങിയ ആൾക്കാർ മുഴുവൻ എന്തോ കുഴപ്പക്കാരാണ്, അവര് നടത്തിയത് മുഴുവനും മോശപ്പെട്ട കാര്യങ്ങളാണ്, വെറുതെ കരക്കിരുന്ന ഞങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇടപെട്ടത് എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കി സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഇവിടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പോലും കോൺഗ്രസ്സുകാരനാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ഉണ്ട്, അങ്ങേയറ്റത്തെ സ്നേഹവുമുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ പോലും ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലല്ല, ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ഞങ്ങളെ പോലുള്ള എല്ലാവരും തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെ മുഴുവൻ ഒരു വശത്ത് നിന്ന് അങ്ങ് തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. ആ പ്രക്ഷോഭങ്ങൾ നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരിയായിട്ടുള്ള മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ശബരിമലയിൽ തോന്നിയവാസം കാണിക്കുമായിരുന്നു. അത്രയും പ്രക്ഷോഭം നടന്നിട്ട് പോലും അദ്ദേഹം ആ തോന്നിയവാസം കാണിക്കുന്നതിന് പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ഇതൊന്നും ആയിരിക്കുമായിരുന്നില്ല, അത്രയും പ്രക്ഷോഭങ്ങൾ അന്ന് തെരുവുകളിൽ നടന്നില്ലായിരുന്നു എങ്കിൽ സംഭവിക്കുന്നത്. അത് തന്നെയാണ്. GV ഹരി, ഈ ശബരിമല വിഷയം രൂപപ്പെടുമ്പോഴെല്ലാം അത് 2018 ആയിക്കോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ അയ്യപ്പ ഭക്ത സംഗമമായിക്കോട്ടെ, ഇതിലെല്ലാം കോൺഗ്രസ് ഒരു കരുത്തുറ്റ നിലപാടെടുക്കാത്തത്, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാത്തതിന് പിന്നിൽ അതിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുണ്ടോ? നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെ, അതായത് ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്കൊപ്പം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് അതിതീവ്രമായ മുസ്ലിം സംഘടനകളുടെ പിന്തുണ നഷ്ടപ്പെടുമോ? അങ്ങനെയൊക്കെ ഒരു ആശങ്ക കോൺഗ്രസിനുണ്ടോ? കാരണം കോൺഗ്രസിൻ്റെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പോലും ഈ വിഷയത്തിൽ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് ചോദിക്കുന്നു. കാലത്ത് ഈ പത്രങ്ങൾ നോക്കാത്തത് കൊണ്ടാണ്. അതാണ് എത്രയോ നേതാക്കളുണ്ട്, ആരും ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് നോക്കാത്ത പത്രം നോക്കാത്തതുകൊണ്ടാണ്. എനിക്കൊന്നും ജനം TV മാത്രം കാണുന്നതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. ഞാൻ പറയാം ഇതിനകത്ത് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് ഞാൻ ഗൗതത്തിൻ്റെ കൂടി ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പറയാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. CPM-നെതിരെ മുന്നോട്ട് വെക്കാനായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ ശ്രീ RV ബാബുവും അതോടൊപ്പം തന്നെ ശ്രീ വസന്തും ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ താങ്കളും പറഞ്ഞ പോലെ ആത്മാർത്ഥക്കുറവുണ്ട്. നോക്കൂ, 48 ലക്ഷം രൂപയാണ് ഓരോ വർഷവും പഴയ കവനൻ്റ് പ്രകാരം ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നത് വരെ സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് ഉണ്ടായിരുന്നത്. അത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് 82 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് കോൺഗ്രസ്സാണ്. 82 ലക്ഷം രൂപ ഓരോ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളതാണ് വയ്പ്. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ 10 കോടിയാണ് ബജറ്റ് പ്രഖ്യാപിച്ചത്. 10 കോടി. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ, 82 ലക്ഷം രൂപയുടെ പകുതി പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇനി ശ്രീ RV ബാബു ചോദിച്ചു എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉള്ളതാണ്. 112 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത് ആരാണ്? 112 ഏക്കർ, അതായത് ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് 112 ഏക്കർ എടുത്തതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അവിടെ സീവേജ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതോടൊപ്പം തന്നെ അവിടുത്തെ ആശുപത്രികളടക്കം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് അല്ലാതെ ഈ കഴിഞ്ഞ 10 വർഷം ഒരു തരത്തിലുള്ളൊരു വികസന പ്രവർത്തനവും അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനം ഉണ്ടായിക്കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല.
അതിന് പകരം അവരെന്താ ചെയ്തത്? ഈ വിഷയം, സുപ്രീം കോടതിയുടെ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ BJPക്ക് വളരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ CPM ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എന്താ, വീണ്ടും ഇതിൻ്റെ പേരിൽ കുറച്ച് വോട്ട് CPMന് കിട്ടിക്കോട്ടെ, BJP കിട്ടിക്കോട്ടെ എന്നൊരു നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളെന്താ ഇതിനകത്ത് ഇത് പറയാത്ത അവിടെ പോകാത്തതെന്ന് ചോദിച്ചു വസന്ത. ഇത് അവിടെ നടക്കുന്നത് അയ്യപ്പ സംഘമല്ലേ, അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പങ്കെടുക്കേണ്ടത് വിശ്വാസികളാണെന്നേ. ആ വിശ്വാസികൾ നേരത്തെ ഇവിടെ അറിവ് ബാബു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോഴും സർക്കാരിനറിയില്ല എന്താണ് ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണ്. 3000-ഓളം ആളുകളെ വിളിക്കുമെന്ന് പറയുന്നു. ആരെയാണ് വിളിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവരെ വിളിക്കാൻ പോകുന്നത്, ആ കാര്യങ്ങളിലൊന്നും ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. അതിപ്പോൾ മാത്രമല്ല, നേരത്തെയും ഞങ്ങളിവിടെ ഗോകുൽ പറഞ്ഞ പോലെ ഞങ്ങൾ കരക്കിരുന്ന് ഇതെല്ലാം കണ്ട് കൊള്ളാം, അതിന് കൈതനയാതെ മീൻ പിടിക്കുക എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിക്കെതിരെ കേസുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കേസുണ്ട്, ശ്രീ അടൂർ പ്രകാശിനെതിരെ കേസുണ്ട്. അവരുമൊക്കെ അവിടെ പോയി നടക്കുമ്പോൾ ആരും ശബരിമലയിൽ പോലും വന്നിട്ടില്ല. അല്ല, ആര് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പോഴും ഗൗതം ആ സമയത്ത് കാണുന്നില്ല. എത്രയോ പരിപാടികൾ വന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പീക്ക് ടൈമിൽ വത്സൻ തില്ലങ്കേരി ഇരുന്ന പോലെ വന്ന് ഇരുന്ന് പ്രതിഷേധിക്കട്ടെ. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇറങ്ങി അടിയുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, വീണ്ടും അടിയിലേക്ക് അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല ഗോകുലെ ഒരു മിനിറ്റ്, എന്റെ അവസരമാണല്ലോ ഞാൻ പറഞ്ഞു നിർത്തിട്ട് പറഞ്ഞോളൂ. അല്ല ഞാനിപ്പോൾ പറഞ്ഞു നിർത്തട്ടെ. അപ്പൊ പ്രക്ഷോഭം എന്ന് പറയുന്നത് അടിയുണ്ടാക്കുക എന്നുള്ളതല്ല പ്രക്ഷോഭം, വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല പ്രക്ഷോഭം. നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് ആണല്ലോ, ആ നിയമപരമായിട്ടാണല്ലോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. കേസിന് പോയത് ആരാദ്യം? താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കേസിന് പോയത്, അല്ലേ? താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കേസിന് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസ്സുകാര് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് അതിനകത്ത് എന്തെങ്കിലും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള അഭിപ്രായം ഈ നിമിഷം എനിക്ക് അയ്യപ്പ ഭക്തൻ എന്നുള്ള നില എന്റെ ഡിബേറ്റുകളിൽ എനിക്ക് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ ഞാൻ അതിന് എതിർപക്ഷത്തെ കുറിച്ചിട്ടായാലും പറയുന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന് അതിനകത്ത് വേറൊരു തരത്തിലുള്ള നിലപാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ യുവതീ പ്രവേശനം നടക്കണമായിരുന്നു, ആചാര ലംഘനം നടക്കണമായിരുന്നു, നിലപാടുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു കാലഘട്ടത്തിലും പറയില്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും നന്ദിയോടും സ്നേഹത്തോടും കൂടി മാത്രമേ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ കാരണം അനാവശ്യമായിട്ട് ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് എന്തോ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്ന സമയത്ത് അടികൊള്ളാനും കേസ് പറയുവാനും എന്തിന് ജീവത്യാഗം ചെയ്യുവാനും വേണ്ടി വരെ തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്കാണ്. ഞങ്ങളുടെ പ്രവർത്തകരാണ് ശ്രീ ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരാളെ DYFIക്കാര് കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. അല്ല, ഞാനൊന്ന് അത് പറയാതെ പോകുന്നത് ശരിയല്ല. ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ DYFI ഓഫീസിനകത്ത് നിന്ന് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ പിറ്റേ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മളോട് അപഹസിക്കാനുള്ളത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ചത്തുപോയത്. പോസ്റ്റ്മോർട്ടം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സമയത്ത് ഈ മുഖ്യമന്ത്രി ആഭാസ ചിരിയുമായിട്ട് വന്നത്. അല്ല, ഞാൻ കോൺഗ്രസ്സുകാർ കരക്കിരിക്കുകയായിരുന്നു. ആൾക്കാരെ ഇത്തരത്തിലുള്ള വ്യക്തികളെ മുഴുവനും ചുമന്നുകൊണ്ട് കേരള പോലീസ് അങ്ങോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ നടത്തിയ എന്താണ്? നിങ്ങൾ എല്ലാം സെറ്റിലായി നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ദിവസം വന്ന് വിളിച്ചു കൂട്ടി ഒരു പന്തലൊക്കെ കെട്ടി റോഡ് കയ്യേറിയതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിച്ചു പോകാതെ ഞാനിപ്പോ വഴങ്ങിയതെന്തുകൊണ്ടാ ഞാൻ ഗോകുൽ പറഞ്ഞപ്പോ വഴങ്ങിയത് അല്ല കേക്ക് ഗോകുൽ പറഞ്ഞപ്പോ വഴങ്ങിയത് ഗോകുൽ പറയാൻ അവസരമാണ്. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അല്ല, ശ്രീ കെ സുരേന്ദ്രൻ എത്ര ദിവസം ജയിലിൽ കിടന്നു? ശബരിമല വിഷയത്തിൽ കെ സുരേന്ദ്രനെ പോലെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ട് കൂടി അദ്ദേഹത്തിന് നശിപ്പിച്ചാൽ അകത്ത് കിടക്കും ഗോകുലെ, അത് സുരേന്ദ്രനല്ല
ഗോകുലാണെങ്കിലും ഞാനാണെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചാൽ സ്വാഭാവികമായും നിലവിലുള്ള നിയമപ്രകാരം അകത്ത് കിടക്കും. എന്താ സംശയമുള്ളത്? ഇത്രയും ദിവസം ജയിലിൽ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമുണ്ടോ? ചർച്ചയിൽ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് സത്യമില്ലാതാവൂ. അതുകൊണ്ട് ഗോകുൽ ഗോകുൽ ഇത്രയും പറഞ്ഞല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് പറയാം, മറുപടി പറയാൻ സമയം തന്നെ. നിങ്ങൾ മറുപടി ചോദ്യം മാത്രം ചോദിച്ചു മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അത് ഞാൻ പറയട്ടെ. അല്ല ഗോകുൽ സത്യസന്ധമായ ചില കാര്യങ്ങളൂടെ പറഞ്ഞു. സന്തോഷം. അതായത് കോൺഗ്രസ്സുകാർക്കെതിരെ കേസുണ്ട്. ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഗോകുൽ അങ്ങനെ ഇടപെടരുത്. അതല്ല ചർച്ച. അത് ശരിയായ ചർച്ചയല്ല. അത് ശരിയായ ചർച്ചയല്ല. അങ്ങനെയല്ല. ഈ ചർച്ച ഇതിനെ ചർച്ച എന്നല്ല പറയുന്നത്. ഒരാൾ പറയുമ്പോ അതിനകത്ത് കയറി ഇടപെട്ട് ഉറക്കെ ശബ്ദിച്ച് സംസാരിച്ചുകൊണ്ട് ചർച്ചയാവോ? അല്ലേ എന്നാൽ ഒരാൾ മാത്രം സംസാരിക്കട്ടെ. ഞാൻ കേട്ടില്ല. പറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ പേരിലെ കേസ് എന്ന് പറയുന്നത് അങ്ങ് പറയുന്നതാണ്. എന്റെ അറിവിലില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അഥവാ അത് ഈ പറയുന്ന പ്രക്ഷോഭത്തിന്റെ പേരിലൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും സേഫ് സോണിൽ വന്ന് പന്തലേറ്റി അവിടെ ഇരുന്നപ്പോ റോഡ് കയ്യേറി എന്ന് പറഞ്ഞൊരു പെറ്റി കേസ് ഉണ്ടായിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് BJP-ക്കാരോ RSS-കാരോ ഹിന്ദു ഐക്യവേദിക്കാരോ ഒന്നും അനുഭവിച്ചതുപോലെ ഒരു കേസ് നിങ്ങളുടെ പേരിൽ വന്നിട്ടില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം തിരുവനന്തപുരത്ത്, ഒരു ദിവസം ശ്രീ ജീവി വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു. കെ സുരേന്ദ്രൻ പൊതുമുതൽ നശിപ്പിച്ചതാണ്. അങ്ങനല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ജയിലിൽ കിടന്നത്. തെറ്റാണ്. അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിനാണ് ഗോകുൽ ചോദ്യം ചെയ്തത്. പറയുന്നത് ഒരാൾ ചോദ്യം ചോദിച്ചു. അയാൾ ചോദിച്ചപ്പോ ഗോകുൽ ചോദിച്ചപ്പോ ഞാൻ അങ്ങ് പറയൂ. അല്ല അങ്ങ് മറുപടി പറയൂ. അങ്ങ് അല്ലല്ല അങ്ങ് മറുപടി അങ്ങ് പറയൂ. അല്ലല്ല അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് മറുപടി പറ. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് പറഞ്ഞു കോൺഗ്രസ്സുകാർ എന്താ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അംഗീകരിച്ചു. പ്രധാനപ്പെട്ട അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം കോൺഗ്രസ്സുകാർ ചെയ്ത് കരക്ക് ഇരുന്നിട്ട് വെറുതെ സിംഗ് കണ്ടോണ്ടിരിക്കുന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 100% ഈ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ ആ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗൗതം നേരത്തെ ചോദിച്ച പോലെ ഒരു പ്രസ്താവനയും കണ്ടിട്ടില്ലെന്ന്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങൾ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനോട് ചോദിച്ച ചോദ്യം എന്താണ് ചോദ്യം? ആ ചോദ്യം നമ്പർ 1 ഞങ്ങൾ ചോദിച്ച ചോദ്യം ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് നിങ്ങൾ പിൻവലിക്കുക. അതെന്താ ചെറിയ കാര്യമാണോ? അപ്പോൾ ആ കേസ് നിങ്ങൾ പിൻവലിക്കുക. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞു, അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കണം. ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണല്ലേ പ്രസ്താവന? അതല്ലേ കൃത്യമായിട്ടുള്ള പ്രസ്താവന? ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് ഇതൊന്നും പോരാ, ഞങ്ങൾക്കെതിരെ കേസാണ്, ഞങ്ങൾ അടിയുണ്ടാക്കണം, അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കണം എന്ന് പറയുന്ന സമീപനമല്ല കോൺഗ്രസ് എടുക്കേണ്ടത്. നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ, ഞാൻ പറയുന്ന ഈ പ്രക്ഷോഭത്തിൽ അല്ലാതെ വേറെ ഒരു പ്രക്ഷോഭത്തിൽ അവരാരെയും കണ്ടിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് എന്തെല്ലാം സമരങ്ങൾ നടക്കുന്നു. ഈ സമര പരിപാടികളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട സമരമല്ലാതെ വേറെ ഒരു പരിപാടിക്ക് ഒരു കേസും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് BJP-യുടെ മാത്രമാണ്. ഞങ്ങളുമൊക്കെ വിശ്വാസികളാണ്, ഞങ്ങളുമൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിന്റെ പേരിൽ ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. CPM കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള RV ബാബു നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്ന അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? കാരണം 2018 ഒരു തനിയാവർത്തനം തന്നെയല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? ഗോകുൽ പറഞ്ഞത് ഒന്നും ഞാൻ കേട്ടില്ല. യുവരാജ് ഗോകുൽ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് യുവരാജ് ഗോകുൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ GV ഹരി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഞങ്ങൾ ഈ മതത്തെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതിനുവേണ്ടി ഞങ്ങൾ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല, ഇങ്ങനെ പറയുണ്ടായി.
അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിന്റെയും ഇരു തോളിലും കയറ്റി വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി GB ഹരി പറയുകയാണ് ഞങ്ങൾ മതവിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന്. ഇതിൽ പരം ഒരു തമാശ ഈ 2025 ആണ്ടിൽ ഉണ്ടോ GB ഹരി? ഇതിൽ പരം ഒരു തമാശ? CAA പ്രക്ഷോഭം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തിയത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. CAA പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ വിഷയം മറച്ചുവെച്ച് മുസ്ലിം വികാരം കുത്തികളക്കി മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്തു കടത്താനാണ്, പറഞ്ഞയക്കാനാണ്, അവരുടെ പൗരത്വം ഇവിടെ നിഷേധിക്കാനാണ് എന്ന കള്ളപ്രചരണം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ലേ GB ഹരി? അതിൽ നിന്ന് നിങ്ങൾക്ക് കൈവഴിയാൻ പറ്റുമോ? എന്തായിരുന്നു CAA നിയമം എന്ന് അറിയാതെയല്ലല്ലോ നിങ്ങൾ ആ പ്രചരണം മുഴുവൻ നടത്തിയത്. മുസ്ലിങ്ങളുടെ പൗരത്വം ഇവിടെ നിഷേധിക്കും, അവരെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കടക്കും എന്നൊക്കെ ആയിരുന്നില്ല അന്ന് നിങ്ങൾ നടത്തിയ പ്രചരണം, നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗം? അതെന്താ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് നേടലായിരുന്നില്ലേ? ഒട്ടനവധി ഉദാഹരണങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ ഗൗതം പറഞ്ഞപ്പോ പറയേണ്ടായി, അത് കരയ്ക്ക് നിന്ന് മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് കണ്ട് കരയ്ക്ക് നിന്ന് കൈയടിക്കുന്ന ഒരു 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 മനോഭാവത്തിലാണ് കോൺഗ്രസ് ഇതപര്യന്തം ഹൈന്ദവ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ എടുത്ത നിലപാട്. ആ നിലപാടില് ഇപ്പോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റും വിജയിക്കാൻ കഴിഞ്ഞത് എന്താ വിശ്വാസികളായ ഹിന്ദുക്കൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടല്ലേ എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, വിശ്വാസികളായ ഹിന്ദുക്കൾ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് അന്ന് വോട്ട് ചെയ്തത്. കോൺഗ്രസിന് അന്ന് കിട്ടിയ വോട്ട് മൈനോറിറ്റി കൺസോൾട്ടേഷന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടാണ്. ആ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തന്നെയാണ് പിന്തുണച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ധരിക്കുന്ന പോലെ വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് ആണ് ലഭിച്ചത് എന്നുള്ള തരത്തിലുള്ള പ്രചരണമൊക്കെ തെറ്റായ പ്രചരണമാണ്, അവാസ്തവമാണ്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, GB ഹരിയുള്ള അടക്കമുള്ള ആളുകൾ, ഇനി സതീഷ് വസന്ത് നല്ല അയ്യപ്പ വിശ്വാസിയാണ് എങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയുന്നത് 22-ാം തീയതി പന്തളത്ത് ഒരു അയ്യപ്പ വിശ്വാസി സംഗമം നടക്കുന്നുണ്ട് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി. നിങ്ങൾ അതിൽ വരിക, പങ്കെടുക്കുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബരിമല സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അവിടെ ഒരു രാഷ്ട്രീയത്തിന്റെയും വിവേചനമില്ല. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പരിപാടി നടത്തുന്നത്. കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, എല്ലാ ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും വിശ്വാസികളെ അടക്കം ക്ഷണിക്കുക. അപ്പൊ GB ഹരി നല്ല വിശ്വാസിയാണെങ്കിൽ GB ഹരിക്ക് സ്വാഗതം. സതീഷ് വസന്ത് നല്ല വിശ്വാസിയാണെങ്കിൽ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനും സ്വാഗതം. അതുകൊണ്ട് ഞങ്ങൾ ഈ സംഗമം എല്ലാവരുടെയും സംഗമമാക്കി നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗൗതം. അതാണ് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, വലിയ എതിർപ്പ് ഉണ്ടാകുന്നു ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന്. പന്തളം കൊട്ടാരമാണെങ്കിലും വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനകളാണെങ്കിലും ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്നു. ഈ ഘട്ടത്തിൽ ഈ സമ്മേളനവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ തന്നെയാണോ ഇടത് സർക്കാരുള്ളത്? ഒരു മിനിറ്റിൽ താങ്കൾക്ക് ഈ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കാം, വേഗം. ഒരു കാര്യം പോയിട്ട്, ഏത് ഹൈന്ദവ സംഘടനയാണ് എതിരായിട്ട് നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത്? ഞാൻ ഒരു ഹൈന്ദവനാണ്. GB ഹരി പന്തളം കൊട്ടാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തിനുള്ള പോലത്തെ പ്രയോറിറ്റി ആർക്കാണ്? പന്തളം കൊട്ടാരവും ശബരിമലയായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു സംഘടനയുടെ മലയേറിയ മഹാസഭ 950 മുൻപ് ക്ഷേത്രം ആരാണ് അവിടെ പൂജയും മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നത്? ഗൗതമ, ഞാൻ ഒരു കാര്യം പറ്റും, ഒറ്റ കാര്യം പറ്റി. 20-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു സംഗമം ആണല്ലോ. 22-ാം തീയതി പന്തളത്ത് എന്താണ് സംഗമം നടത്തുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയാണ് പറയൂ? ഒന്ന് അറിഞ്ഞാൽ എനിക്ക് കൊള്ളാം, ഞാൻ അവിടെ പോവാം. ഇപ്പം RV ബാബു എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാനൊരു ഹിന്ദു ഭക്തനാണ്. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം എന്തിനാണ് അവിടെ 22-ാം തീയതി നടത്തുന്നത്? ഒന്ന് പറയൂ. അത് മാത്രം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിക്കോളാം. അവിടെ ഹൈന്ദവ സംഘടനകളാണ് അത്തരം ഒരു നിരീശ്വരവാദികളല്ല. 20-ാം തീയതി നടത്തുന്നത് നിരീശ്വരവാദികളാണ്. അല്ലല്ല, BJPയും ഹിന്ദു മുന്നണിയൊക്കെ അമ്പലം പൊളിച്ച് കപ്പ നടണമെന്ന് പറഞ്ഞു വരും. അമ്പലത്തിൽ പോകുന്ന ആളുകളോട് വിശദീകരണം ചോദിക്കുന്നവരുമാണ് 20-ാം തീയതി
പമ്പ മണപ്പുറത്ത് സമ്മേളനം നടത്തുന്നത്. 22-ാം തീയതി ഹൈന്ദവ സംഘടനകളാണ്. ശ്രീ സതീഷ് വാസൻ, നമുക്ക് ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യാം. കാരണം വരുന്ന ഈ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 2 സമ്മേളനങ്ങൾ തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അയ്യപ്പ ഭക്തരോട് വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ചാനൽ കൂടിയാണ്. അത് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അതിനാൽ വളരെ വിശാലമായി തന്നെ നമ്മൾ ഈ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. ഈ ചർച്ചയുടെ ഭാഗമായ BJP നേതാവ് യുവരാജ് ഗോകുൽ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, കോൺഗ്രസ് നേതാവ് GV ഹരി, ഒപ്പം LDF-ൽ നിന്നുള്ള സതീഷ് വസന്ത് എന്നിവർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. ജനം ഡിബേറ്റ് നാളെ ഉണ്ടാകും. നന്ദി, നമസ്തേ.